ലൂക്കോസ് അധ്യായം 5. ഒരു ദിവസം യേശു ഗന്നേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും തിങ്ങിക്കൂടി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കരയ്ക്കടുത്ത് 2 വഞ്ചി കിടക്കുന്നത് അദ്ദേഹം കണ്ടു. മീൻപിടുത്തക്കാർ വഞ്ചി അവിടെ ഇട്ടിട്ട് തങ്ങളുടെ വല കഴുകുകയായിരുന്നു. അവയിൽ ശിമോനുള്ളതായ ഒരു വഞ്ചിയിൽ കയറിയിട്ട് അത് കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അദ്ദേഹം അവനോട് ആവശ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹം അതിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെ ഉപദേശിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശിമോനോട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും പിടിച്ചില്ല. എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം വലയിൽപ്പെട്ടു. വല കീറാൻ തുടങ്ങി. അതുകൊണ്ടവർ മറ്റേ വഞ്ചിയിലുള്ള പങ്കാളികൾ വന്ന് തങ്ങളെ സഹായിക്കേണ്ടതിന് അവരെ മാടി വിളിച്ചു. അവർ വന്ന് 2 വഞ്ചികളും മുങ്ങാറാകുന്നതുവരെ മീൻ നിറച്ചു. ഇത് കണ്ടിട്ട് ശിമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു എന്നു പറഞ്ഞു. അയാളും അയാളുടെ എല്ലാ കൂട്ടുകാരും തങ്ങൾ നടത്തിയ മീൻപിടുത്തത്തെപ്പറ്റി വിസ്മയഭരിതരായിരുന്നു. ശിമോന്റെ പങ്കാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കളും അങ്ങനെ തന്നെ. അപ്പോൾ യേശു ശിമോനോട്, ഭയപ്പെടരുത്, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്നു പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ വഞ്ചികൾ വലിച്ച് കരയ്ക്ക് കയറ്റി സകലവും ഉപേക്ഷിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു. യേശു ഒരു പട്ടണത്തിലായിരുന്നപ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് കവിണ്ണു വീണ്, കർത്താവേ, അവിടത്തേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു കൈനീട്ടി ആ മനുഷ്യനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാവുക എന്നു പറഞ്ഞു. തൽക്ഷണം കുഷ്ഠം അവന് വിട്ടുമാറി. അപ്പോൾ യേശു അവനോട്, ഇത് ആരോടും പറയരുത്. എന്നാൽ നീ പോയി പുരോഹിതനു നിന്നെ തന്നെ കാണിച്ചു കൊടുത്ത് അവർക്ക് സാക്ഷ്യത്തിനായി നിന്റെ ശുദ്ധീകരണത്തിന് മോശെ കൽപ്പിച്ച വഴിപാടുകൾ അർപ്പിക്കുക എന്ന് കൽപ്പിച്ചു. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത അധികം പരന്നു. അതിന്റെ ഫലമായി ജനക്കൂട്ടങ്ങൾ അദ്ദേഹത്തിന്റെ വചനം കേൾക്കുവാനും തങ്ങളുടെ രോഗങ്ങൾ നീങ്ങി സൗഖ്യം പ്രാപിക്കുവാനും വന്നുകൂടി. എന്നാൽ യേശു പലപ്പോഴും വിജന സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഉപദേശിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യഹൂദ്യയിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്നെത്തിയ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അദ്ദേഹത്തോടുകൂടെ ഉണ്ടായിരുന്നു. ചില ആളുകൾ തളർവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ വഹിച്ചു കൊണ്ടുവന്നു. അവനെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് യേശുവിന്റെ മുൻപിൽ കിടത്താൻ ശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം അങ്ങനെ ചെയ്യാൻ വഴി കാണാഞ്ഞിട്ട് അവർ മേൽക്കൂരയിൽ കയറി ഓടുകൾ നീക്കി അവനെ കിടക്കയോടെ ജനമധ്യത്തിൽ യേശുവിന്റെ മുൻപാകെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, സ്നേഹിത, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞു. പരീശന്മാരും വേദജ്ഞരും, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിന് മാത്രമല്ലാതെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ആർക്കാണ് കഴിയുക എന്ന് ചിന്തിച്ചു തുടങ്ങി. അവർ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യേശു അറിഞ്ഞിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്ത്? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കൂ എന്ന് പറയുന്നതോ ഏതാകുന്നു ഏറെ എളുപ്പം? എന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അദ്ദേഹം പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നു പറഞ്ഞു. ഉടൻ തന്നെ അവൻ അവരുടെ മുൻപാകെ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ച് ദൈവത്തെ പുകഴ്ത്തി. അവർ ഭയഭക്തി നിറഞ്ഞവരായി. നാം ഇന്ന് അപൂർവ കാര്യങ്ങൾ കണ്ടിരിക്കുന്നു എന്നു പറഞ്ഞു. ഇത് കഴിഞ്ഞ് യേശു പുറത്തേക്ക് പോയി. ലേവി എന്നു പേരുള്ള ഒരു ചുങ്കം പിരിവുകാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട്, എന്നെ അനുഗമിക്കുക
എന്നു പറഞ്ഞു. ലേവി എഴുന്നേറ്റ് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു. പിന്നീട് ലേവി തന്റെ വീട്ടിൽ യേശുവിന് വലിയൊരു വിരുന്ന് നടത്തി. ചുങ്കം പിരിവുകാരുടെയും മറ്റും വലിയ ഒരു സമൂഹം അവരോടുകൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പരീശന്മാരും അവരുടെ വിഭാഗത്തിൽപ്പെട്ട വേദജ്ഞരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ആഹാരം കഴിക്കുന്നതെന്ത് എന്ന് ചോദിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. യേശു അവരോട്, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിലേക്ക് വിളിക്കുവാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അദ്ദേഹത്തോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ ചെയ്യുന്നു. അങ്ങയുടെ ശിഷ്യന്മാരാകട്ടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നു പറഞ്ഞു. അതിന് യേശു, മണവാളൻ അതിഥികളോടുകൂടെ ഉള്ളപ്പോൾ അവരെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന കാലം വരും, അപ്പോൾ ആ നാളുകളിൽ അവർ ഉപവസിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അദ്ദേഹം അവരോട് ഈ ഉപമ പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് ഒരു കഷ്ണം കീറിയെടുത്ത് പഴയതിൽ തുന്നിച്ചേർക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറിപ്പോകുന്നത് കൂടാതെ പുതിയതിൽ നിന്ന് എടുത്ത തുണ്ട് പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ പകരുന്നില്ല. അങ്ങനെ ചെയ്താൽ പുതുവീഞ്ഞ് അവയെ തകർക്കും, വീഞ്ഞ് പുറത്തേക്കൊഴുകും, തോൽക്കുടങ്ങൾ നശിച്ചു പോകുകയും ചെയ്യും. അത് പാടില്ല. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ പകർന്നു വെക്കണം. പഴയ വീഞ്ഞ് കുടിച്ചതിനു ശേഷം ആരും പുതിയത് ആവശ്യപ്പെടുന്നില്ല, പഴയതു തന്നെ മെച്ചം എന്നു പറയും. പകർന്നു വെക്കണം. പഴയ വീഞ്ഞ് കുടിച്ചതിനു ശേഷം ആരും പുതിയത് ആവശ്യപ്പെടുന്നില്ല, പഴയതു തന്നെ മെച്ചം എന്നു പറയും.